മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 5. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് ഈശോനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. കോപം പാപമാണോ? ഒരു വല്ലാത്ത ചോദ്യമാണ് അല്ലേ? ക്രൈസ്തവൻ കോപിക്കുന്നത് തെറ്റാണോ? കോപം പാപമാണെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഈശോ കോപിച്ചിട്ടുണ്ട്. ഒരു സാപത്തിൽ കൈശോഷിച്ച ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ ഈശോ ഒരുങ്ങിയപ്പോൾ സാപത്ത് ലംഘിക്കുന്നെന്ന് പറഞ്ഞ് കുറ്റാരോപണത്തിനൊരുങ്ങിയ പ്രീശരെ ഈശോ കോപത്തോടെ നോക്കി. ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം ചെയ്യുന്നവരെ കണ്ട ഈശോ കോപിച്ചവരെ പുറത്താക്കി. പത്രോസിനോട് പോലും ഒരവസരത്തിൽ കോപിച്ച് സംസാരിച്ചു. എന്നാൽ താൻ കോപിച്ചതിനെ പറ്റി ഒരിക്കൽ പോലും പശ്ചാത്തപിച്ചിട്ടില്ല. തെറ്റായി കോപിക്കാത്തതിനാലാണ് പശ്ചാത്തപിക്കുവാൻ ഇടയാകാതിരുന്നത്. സ്വന്തം കാര്യത്തിനു വേണ്ടി ഈശോ ഒരിക്കലും കോപിച്ചിട്ടില്ല. തന്നോട് അനീതി പ്രവർത്തിച്ചവരോടും ഈശോ കോപിച്ചിട്ടില്ല. പ്രമാണങ്ങളെ അവഗണിക്കുകയും മറ്റുള്ളവരോട് ദയയില്ലാതെ പെരുമാറുകയും ചെയ്തവരോടാണ് ഈശോ കോപിച്ചത്. അപ്പോൾ സമറിയായിൽ ചെന്നു ചേർന്ന ഈശോയെയും ശിഷ്യരെയും നാട്ടുകാർ സ്വീകരിച്ചില്ല. ശിഷ്യന്മാർ കോപിച്ചെങ്കിലും ഈശോ പ്രശാന്തത കൈവിടുന്നില്ല. തന്നെ അവഗണിച്ച് അതിന്റെ പേരിൽ ഒരിക്കലും ഈശോ കുപിതനായില്ല. നമ്മുടെ മാനത്തിനും സ്ഥാനത്തിനും ഹാനി തട്ടുമ്പോൾ നമ്മളൊക്കെ കോപിക്കും. എന്നാൽ കർത്താവ് ഒരിക്കലും അത് ചെയ്യുന്നില്ല. ഈശോയുടെ കോപം സ്നേഹത്തിന്റെ പ്രകാശനം തന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹത്തിൽ ജീവിക്കാത്തത് കാണുമ്പോൾ ഈശോ കോപിച്ചു. എന്നാൽ പറയരുതാത്തത് പറയുകയോ ചെയ്യരുതാത്തത് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതാണ് സമചിത്തത. അതെപ്പോഴും നമ്മൾ പാലിക്കണം. അത് പാലിക്കാതിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അധാർമികതയ്ക്കെതിരെയുള്ള കോപം ക്രൈസ്തവമാണ്. എന്നാൽ ഒരിക്കലും പറയരുതാത്തത് പറയുകയോ ചെയ്യരുതാത്തത് ചെയ്യുകയോ ചെയ്യരുത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.